Good afternoon. Okay, thank you. അടിപൊളി. ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എൻ്റെ ഫോൺ മിസ്സായി. ഞാൻ പിന്നെ ഫോൺ ഇവിടെ തപ്പുകയാണ്. പക്ഷെ തപ്പാൻ പറ്റണ്ടേ, എയറിലാണ്. ഞാനിത് പറയാനുള്ള കാരണം, വിവാഹ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ എയറിലായിരുന്നു. 92 ലാഖ് കടക്കാനായിരുന്നു. ഈ കടം ഒക്കെ പാടെ ലോക്കായി നാട്ടിൽ വരികയും ചെയ്തു. തിരിച്ചു പോകാനും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ സുഹൃത്ത് വിവാഹ് എന്ന ഈ ഒരു മഹത്തമായിട്ടുള്ള ഈ വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്നെ ഉന്തിത്തള്ളിയിടുന്നത്. സത്യത്തിൽ അന്ന് ഈ ബിസിനസിന്റെ സാധ്യത കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വന്നതല്ല. അന്ന് എങ്ങനെയെങ്കിലും എന്റെ കടം വീട്ടണം ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു. 92 ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു. എന്നെ അറിയുന്ന ആളുകളൊക്കെ അത് 1 കോടിന്റെ മുകളിൽ കടം ഉണ്ടെന്നൊക്കെ പറഞ്ഞു നടന്നിരുന്നേ. അവർക്ക് കുറച്ച് കൂടുതൽ പറഞ്ഞ സന്തോഷമുള്ള കാര്യമാണല്ലോ. എന്നാൽ അതേ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് വിവാഹ ബിസിനസ്സിലൂടെ എന്റെ അക്കൗണ്ടിലേക്ക് 2 കോടി രൂപയിലധികം വരുമാനം വന്നു കഴിഞ്ഞു. ഞാൻ ലോക്കായി നിൽക്കുന്ന സമയത്ത് സൗദിയിലേക്ക് പോയാൽ മാസം 50,000 രൂപ കിട്ടാനുള്ള ഓപ്ഷൻ എന്റെ മുമ്പിലുണ്ടായിരുന്നു. എന്നെ അറിയുന്ന ആളുകളൊക്കെ പറഞ്ഞു, റാശി ഗൾഫിലേക്ക് പോട്, കടം വീട്ടണ്ടേ. എനിക്കറിയാവുന്ന കണക്ക് വെച്ച് ഞാൻ കൂട്ടിയിട്ട് എങ്ങനെ ആയിട്ടും ഈ 50,000 രൂപ വെച്ച് എന്റെ കടം എന്ന് വീട്ടാൻ പറ്റും നോക്കി ഒരു വ്യക്തത കിട്ടുന്നില്ല. കാരണം 50,000 രൂപ കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ വരുമാനമാണ്. ശരിയാണോ അല്ലേ? ഈ 50,000 എന്ന വലിയ വരുമാനം വെച്ചിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വർഷം 6 ലക്ഷം രൂപ മാറ്റി വെക്കാം. 6 വർഷമായി ഞാൻ സീരിയസ് ആയിട്ട് നെഞ്ചിലേറ്റി ആത്മാർത്ഥമായി വിവാഹ ബിസിനസ് ചെയ്യുന്നു. 7ാം വർഷം സ്റ്റാർട്ടായി. 6 വർഷം കൊണ്ട് 50,000 രൂപ വരുമാനം വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 36 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അന്ന് 50,000 രൂപക്ക് വേണ്ടി ഞാൻ സൗദിയിലേക്ക് വീണ്ടും ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എന്റെ അവസ്ഥ എന്തായിരുന്നു? ഈ ബിസിനസ് നെഞ്ചിലേറ്റ് സീരിയസ് ആയിട്ട് ഇറങ്ങി എന്നുള്ളത് കൊണ്ട് 200 ലക്ഷത്തിലധികം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വിവാഹ ബിസിനസ്സിലൂടെ നേടാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. സാധാരണ ഏതൊരു ജോലി ചെയ്താലും ഏതൊരു ബിസിനസ് ചെയ്താലും കിട്ടാവുന്ന വരുമാനത്തിന് ലിമിറ്റ് ഉണ്ട്. ശരിയാണോ അല്ലേ? ഇവിടെ തുടക്കത്തിൽ ഞാൻ 2 പേരെ കൊണ്ടുവന്നു. ഇങ്ങനെ തുടങ്ങിയ അവസരത്തിലൂടെ ഇന്ന് വലിയൊരു ടീമിനെ എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ സ്വപ്നം കാണുന്നത് ഇനി എന്തോരം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇങ്ങനെ പ്രതീക്ഷ നൽകുന്ന ഒരു അവസരം. അപ്പൊ ഇതിലേക്കൊക്കെ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഒറ്റ കാരണമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സീക്രട്ടോട് പറയണോ? ഞാൻ 2 കോടിയിലധികം വരുമാനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു സീക്രട്ട് ഉണ്ട്. പറയണോ? ഞാൻ വിവാഹ ബിസിനസ് കയ്യിൽ കിട്ടി. VOP സെന്ററിൽ പോയി. എല്ലാരെ പോലെ പ്ലാൻ കേൾക്കുന്നു, തിരിച്ചു പോരുന്നു. ഒരുപാട് ആൾക്കാർ വരുന്നു, തിരിച്ചു പോരുന്നു. ഇത് തന്നെ നടന്നു. പക്ഷെ എനിക്ക് 2 പേരെ കിട്ടിയില്ല. അലി സാറെ പോയി ഞാൻ കണ്ടൊരു സങ്കടം പറഞ്ഞു. സാറെ 92 ലക്ഷം കടണ്ട്. സാറ് പറഞ്ഞു എനിക്കറിയാം, പക്ഷെ സാറെ 2 പേരെ കിട്ടുന്നില്ല. അന്ന് സാർ എന്നോട് പറഞ്ഞു, റാശി ഞാൻ പങ്കെടുക്കുന്ന എല്ലാ VOPയിലും റാശി വരാൻ തയ്യാറുണ്ടോ? ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ 3 VOP ഫിസിക്കലായിട്ട് റാശി എന്നെ വന്ന് കണ്ടിട്ട് പോകാവും. നേരത്തെ വരികയും വേണം, ലാസ്റ്റ് പോകുന്നതിന് മുൻപ് എനിക്ക് ഷെയ്ക്കാൻ തന്നിട്ടേ പോകാവും. അന്ന് സാറത് പറഞ്ഞപ്പോൾ ഞാൻ എഗ്രി പറഞ്ഞു. സത്യത്തിൽ 1-2 പ്രാവശ്യം പോയപ്പോൾ എനിക്ക് തോന്നി, എന്താ പത്ത് VOPക്ക് പോകുന്നു, സാറെ കാണുന്നു, ഷെയ്ക്കാന് കൊടുക്കുന്നു, തിരിച്ചു പോരുന്നു. ഇതിലെങ്ങനെ എനിക്ക് വിജയിക്കാൻ പറ്റും, എന്റെ കടം കിട്ടാൻ പറ്റും? പക്ഷെ ഡിയർ ഫ്രണ്ട്സ്, അന്ന് മുതൽ ഞാൻ നെഞ്ചിലേറ്റി എന്റെ അലിസാറ് പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് ഇന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. എന്റെ അക്കൗണ്ടിലേക്ക് 2 കോടി വന്നിട്ടുണ്ടെങ്കിൽ, ഇനി കോടികൾ വരാനുണ്ടെങ്കിൽ ആ ഒറ്റ കാരണം, ഓരോ VOPയിലേക്ക് പോകുന്ന സമയത്തും പലരും ബിസിനസ്സിലേക്ക് പുതിയ ആൾക്കാർ വരുന്നു, ക്ലോസ് ആവുന്നു, എനിക്ക് ആരും കിട്ടുന്നില്ല. അതേ ഞാൻ സ്ഥിരമായിട്ട് എന്തൊരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യുന്നോ അതിലൂടെ നമുക്ക് റിസൾട്ട് ആക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇന്ന് എല്ലാവരോടും പറയും, നിങ്ങൾക്ക് വിജയിക്കണോ? ഫിസിക്കൽ VOP അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് വിജയിക്കണോ? വീണ്ടും ഫിസിക്കൽ VOP അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും വിജയിക്കണോ? വീണ്ടും ഫിസിക്കൽ VOP അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ.